മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിനെ IHRD ഡയറക്ടറാക്കാൻ യോഗ്യതയ്ക്ക് ഭേദഗതി വരുത്തിയെന്ന ആരോപണവുമായി സാങ്കേതിക സർവകലാശാല ഡീൻ ഹൈക്കോടതിയിൽ. ചട്ടവിരുദ്ധമായി ഗവേണിംഗ് ബോഡിക്ക് പകരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് യോഗ്യത ഭേദഗതി ചെയ്യാൻ സർക്കാരിന് ശുപാർശ നൽകിയത്. ഹർജിയിൽ IHRD, സർക്കാർ തുടങ്ങിയ എതിർകക്ഷികളോട് കോടതി വിശദീകരണം തേടി. 2023 ഡിസംബർ 13-നാണ് IHRD ഡയറക്ടർക്കുള്ള യോഗ്യത ഭേദഗതി ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. അധ്യാപന പരിചയമടക്കം ആവശ്യപ്പെടുന്നതായിരുന്നു നേരത്തെയുള്ള യോഗ്യത. എന്നാൽ ഇത് 7 വർഷം അഡീഷണൽ ഡയറക്ടർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്ഥാനത്തുള്ള പ്രവൃത്തി പരിചയം മതിയെന്ന തരത്തിൽ ഭേദഗതി വരുത്തി. അധ്യാപന പരിചയം ഇല്ലാത്ത നിലവിലെ താൽക്കാലിക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിന് വേണ്ടിയാണ് പുതിയ ഭേദഗതി എന്നാണ് ആരോപണം. IHRDയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ വ്യവസ്ഥകൾ അനുസരിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താൻ ശുപാർശ ചെയ്യുവാനുള്ള അധികാരം 23-അംഗ ഗവേണിംഗ് ബോഡിക്കാണ്. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് IHRD ഡയറക്ടറുടെ യോഗ്യതയിൽ ഭേദഗതി വരുത്താനുള്ള ശുപാർശ സമർപ്പിച്ചത്. അതിനനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. ഇതുപ്രകാരം മുഴുവൻ സമയ ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും പുറത്തിറക്കി. ഈ ഉത്തരവും വിജ്ഞാപനവും നിയമപരമായി നിലനിൽക്കില്ലെന്നും അതിനാൽ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സാങ്കേതിക സർവകലാശാല ഡീൻ ഹൈക്കോടതിയെ സമീപിച്ചത്. യോഗ്യതയില്ലാത്ത അരുൺകുമാറിനെ നിലവിലെ താൽക്കാലിക ഡയറക്ടറുടെ തസ്തികയിൽ നിന്നും മാറ്റണമെന്നും നേരത്തെയുള്ള ചട്ടപ്രകാരം മുഴുവൻ സമയ ഡയറക്ടറെ നിയമിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ സംസ്ഥാന സർക്കാർ, IHRD, AICTE തുടങ്ങിയ എതിർകക്ഷികളോട് ഹൈക്കോടതി വിശദീകരണം തേടി. ജനം, കൊച്ചി.